ഓം ശാന്തി. രാജയോഗ ശിബിരം എന്ന തീർത്ഥയാത്ര നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈശ്വരൻ്റെ വീട്, നമ്മുടെ എല്ലാവരുടെയും തറവാട്, അച്ഛനും അമ്മയുമായിരിക്കുന്ന ആ പരമപിതാവിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്തി. ഇന്ന് ഈശ്വരൻ്റെ അരികിലേക്ക് പോകുന്ന അവസ്ഥ അഥവാ മോക്ഷം, അത് ആർക്കൊക്കെ സാധ്യമാകും, എങ്ങനെയാണ് സാധിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ചില സഹോദരന്മാർ ചോദിച്ചിരുന്നു, മോക്ഷം സാധ്യമാണോ, മോക്ഷത്തിൽ നമുക്ക് ലഭിക്കുമോ എന്നൊക്കെ ചോദിക്കേണ്ടായി. അതിൻ്റെ ഉത്തരം കൂടിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കേൾക്കുന്നത്. മോക്ഷം എന്ന വാക്കിൽ പലർക്കും പല സങ്കല്പങ്ങളുണ്ട്. ഈശ്വരനെക്കുറിച്ച് എങ്ങനെയാണോ പല വിശ്വാസങ്ങളിലൂടെ നമ്മൾ വളർന്നു വന്നത്, അതേപോലെ തന്നെ മോക്ഷത്തെക്കുറിച്ചും പലരും പല രീതിയിലാണ് മാനിക്കുന്നത്. ചിലർ വിചാരിക്കുന്നു പ്രത്യേക സാധനകളിലൂടെ കാലഘട്ടങ്ങൾ ജീവിച്ചാൽ മാത്രം കിട്ടുന്ന ഒന്നാണ് മോക്ഷമെന്ന്. വേറെ ചിലർ വിചാരിക്കുന്നു ചില പ്രത്യേകം ആളുകൾക്ക് മാത്രമേ മോക്ഷം കിട്ടൂ, മറ്റാർക്കും മോക്ഷം കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളുകൾ. ഇങ്ങനെ പല പല വിശ്വാസങ്ങൾ. വേറെ ചിലർ വിചാരിക്കുന്നത് ഈശ്വരനിൽ നമ്മൾ പോയി ലയിച്ചു ചേരും, അതോടുകൂടി എല്ലാം അവസാനിച്ചു, ഇതാണ് മോക്ഷം എന്ന്. ഇങ്ങനെ വ്യത്യസ്തമായ ഭാവങ്ങളും ഭാവനകളും വിശ്വാസങ്ങളും നമ്മുടെ ഇടയിലുള്ള വലിയൊരു സങ്കല്പമാണ് മോക്ഷം എന്നുള്ള സങ്കല്പം. സത്യത്തിൽ മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലളിതമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മുക്തി, അതിനെ നമുക്ക് മോക്ഷം എന്ന് പറയാം. അതായത് എന്തെല്ലാം കഷ്ടപ്പാടുകളാണോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോക്ഷം കിട്ടുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന മോക്ഷം ആ ഒരു ചെറിയ മോക്ഷമല്ല. ആത്മാക്കൾക്ക്, നമുക്ക് മാത്രമല്ല, സൃഷ്ടിയിലെ സർവ്വാത്മാക്കൾക്കും സദാകാലം ദുഃഖത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുക, മുക്തി ലഭിക്കുക, മോചനം ലഭിക്കുന്ന ഒരവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോക്ഷം അനുഭവിക്കുന്നത് എപ്പോഴായിരിക്കും? എപ്പോഴാണോ ഈ സൃഷ്ടിയിലെ എല്ലാ ആത്മാക്കളും ദുഃഖിതരായി തീരുന്നത്, പതിതരായി തീരുന്നത്. എല്ലാവരും ഒരേ രീതിയിൽ ഭഗവാനെ വിളിക്കും, പതിത ഭാവന വരൂ, പതിത ഭാവന സീതാറാം എന്നെല്ലാം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആ കാലഘട്ടം, അതിപ്പോഴല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നെയാണ് പറയുക? പതിത ഭാവന വരൂ, ഞങ്ങളെ പാവനാക്കൂ. ആ നമ്മുടെ പ്രാർത്ഥന തന്നെ നമ്മളോട് പറയുന്നു നമ്മൾ പതിതരാണ് എന്ന് ഹൃദയം കൊണ്ട് എവിടെയോ മാനിക്കുന്നു. എല്ലാവർക്കും അറിയാം, ദുഃഖവും കഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് വേസ്റ്റ് തോട്ട്സുകളുടെ റിഫ്ലക്ഷനാണ് ദുഃഖം, കർമ്മഫലമാണ് ദുഃഖം. അപ്പോൾ ഈ കർമ്മഫലങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മോചിതനായിക്കൊണ്ട് ശാന്തി അനുഭവിക്കുന്ന ഒരു സമയം, ഇതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് ഈ ലോകത്ത് നമുക്ക് സാധ്യമല്ല. കാരണം ഈ ലോകത്തിരിക്കുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. കർമ്മേന്ദ്രിയങ്ങൾ ഉള്ളിടത്തോളം കർമ്മം ചെയ്തേ പറ്റൂ. ഈവൻ ശ്വസിക്കുക എന്നുള്ളത് പോലും ഒരു കർമ്മം തന്നെയാണ്. അപ്പോൾ ആത്മാവ് ഈ ശരീരത്തിൽ പ്രവേശിച്ച് ജീവാത്മാവായി മാറി ഈ ശരീരം ഉപയോഗിക്കുന്ന, അതിനെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കർമ്മങ്ങൾ പോലും, അതറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കർമ്മം തന്നെയാണ്. അപ്പോൾ ഈ ലോകത്ത് ശരീരത്തിലിരിക്കുന്ന ഒരു ജീവാത്മാവിന് മോക്ഷം സാധ്യമല്ല. പിന്നെ എപ്പോഴാണ് മോക്ഷം ലഭിക്കുന്നത്? ഈ ലോകത്തെ കർമ്മങ്ങളെല്ലാം തീർന്ന് നമ്മുടെ അച്ഛൻ്റെ അരികിലേക്ക് അഥവാ പരമധാമത്തിലേക്ക് തിരിച്ച് നമ്മളെത്തുന്ന സമയം, അവിടെ നമ്മളെല്ലാവരും നമ്മുടെ ബീജരൂപ സ്റ്റേജിലായിരിക്കും, അഥവാ നിരാകാരി സ്ഥിതിയിലായിരിക്കും. സങ്കല്പങ്ങളോ കർമ്മങ്ങളോ യാതൊന്നും നമ്മുടെ ഉള്ളിൽ ആക്റ്റീവായിരിക്കില്ല. ആത്മ ഒരു സ്ലീപ്പിംഗ് മോഡ് എന്ന പോലെ ഇരിക്കുന്നൊരു സമയം. ഒന്നും അറിയില്ല, ഇരിക്കുന്നത് ഭഗവാന്റെ അരികിലാണോ, മറ്റു സഹോദര ആത്മാക്കളുടെ അരികിലാണോ, ദേവന്മാരുടെ അരികിലാണോ, ഒന്നും നമുക്കറിയില്ല. കാരണം നമ്മുടെ കയ്യിൽ ഇന്ദ്രിയങ്ങളൊന്നുമില്ല. അങ്ങനെ യാതൊന്നും അറിയാതെ ഭഗവാന്റെ അരികിലിരിക്കുന്ന ആ ഒരു സമയം, ഭഗവാന്റെ കൂടെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ ഒരു സമയം, ആ സമയത്തിനെയാണ് മോക്ഷം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് എല്ലാ ആത്മാക്കളും ഒരുപോലെ ശാന്തരായിരിക്കും, സമ്പൂർണ്ണ ശാന്തി നിറഞ്ഞിരിക്കും. ദുഃഖത്തിൻ്റെയോ കർമ്മത്തിൻ്റെയോ സ്മൃതി പോലും നമ്മൾ ആത്മാക്കളിൽ ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന ശാന്തിനാമ നിവാസത്തിൻ്റെ കാലം, അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. പക്ഷെ ആ ലോകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പവിത്രമായേ പറ്റൂ. എപ്പോഴാണോ സർവേശ്വരൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മൾ ജീവാത്മാക്കൾക്ക് ജീവിതത്തിൽ ഇരുന്നു കൊണ്ട്
പവിത്രമാകാനുള്ള വിദ്യ അഭ്യസിപ്പിച്ചു തരുന്നത്. ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് കർമ്മം ചെയ്ത് ശ്രേഷ്ഠ സങ്കല്പങ്ങളും ശുദ്ധസങ്കല്പങ്ങളും മാത്രം രചിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ജീവാത്മ ഉയരുമ്പോൾ അവൻ്റെ പാപകർമ്മങ്ങളെല്ലാം ഇല്ലാതാവുകയും അവൻ ദിവ്യനായി ദേവനെപ്പോലായി തീരുകയും ചെയ്യും. അത്തരം ജീവാത്മാക്കൾക്ക് പ്രപഞ്ചത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ സമയത്ത് സ്വന്തം ശരീരം സഹജമായി ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് ഭഗവാന്റെ അരികിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. മറിച്ച് ഈശ്വരനെ ധ്യാനിക്കാനോ മനസ്സിനെ ശുദ്ധമാക്കാനോ നല്ല സങ്കല്പങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ആ ആവശ്യകതയെക്കുറിച്ച് മാനിക്കാനോ പ്രവർത്തിക്കാനോ തയ്യാറാകാതിരിക്കുന്ന ജീവാത്മാക്കളും അവരും ഭഗവാന്റെ മക്കൾ തന്നെയാണ്. അവരെയും ഭഗവാൻ കൊണ്ടുപോയേ പറ്റൂ, അവരെയും ഭഗവാൻ കൊണ്ടുപോകും. പക്ഷേ അത്തരം ജീവാത്മാക്കൾക്ക് സൃഷ്ടിയുടെ പരിവർത്തനത്തിൻ്റെ ആ ഒരു പ്രക്രിയയിലുണ്ടാകുന്ന ദുഃഖകരമായി തോന്നുന്ന വലിയ വലിയ സംഭവങ്ങളിൽ പെട്ടുകൊണ്ട് അവരുടെ ശരീരത്തിലൂടെ ദുഃഖങ്ങൾ അനുഭവിച്ച് പരിശുദ്ധമായി തിരിച്ചു പോകും. എന്തായാലും പരിശുദ്ധമായതിനു ശേഷം മാത്രമേ നമുക്ക് ആ പവിത്രമായ ധാമത്തിലേക്ക്, പരംധാമത്തിലേക്ക്, പവിത്ര സൂര്യനായ ഭഗവാന്റെ അരികിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരാണോ ഇവിടെ സ്വയം പവിത്രമാകാൻ തയ്യാറാകുന്നത് അവർ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ കൂടെ തിരിച്ചു പോകും. അല്ലാത്ത കുട്ടികൾ ആരാണോ ഇത് മാനിക്കാതെയും പ്രവർത്തിക്കാതെയും എല്ലാം ഇഷ്ടപ്രകാരം മാത്രം ചെയ്ത് ജീവിക്കുന്ന ആത്മാക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം വേദനകൾ അനുഭവിച്ച് പരിശുദ്ധാകേണ്ടി വരും. അപ്പം നമ്മൾ ആത്മാക്കളെല്ലാവരും പരിശുദ്ധമായി പരംധാമത്തിൽ എത്തിക്കഴിയുമ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് സത്യമായ മോക്ഷത്തിൻ്റെ അവസ്ഥ, മുക്തിയുടെ അവസ്ഥ, നിർവ്വാണത്തിൻ്റെ അവസ്ഥയാണ്. പക്ഷേ ആ പവിത്രമായി സ്വയം പ്രകാശിക്കുന്ന ദിവ്യപ്രകാശം നിറഞ്ഞ പരംധാമത്തിൽ ഈ പ്രകാശബിന്ദുവായിരിക്കുന്ന ആത്മ പ്രവേശിക്കുമ്പോൾ അത് ലയിക്കുകയാണോ ചെയ്തിരിക്കുന്നത്, വേറെ ഇരിക്കുകയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഭാവം പോലും നമുക്കറിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്ന് പല വിശ്വാസങ്ങളിലും ആത്മ പോയി പരമാത്മാവിൽ ലയിച്ച് ഭഗവാനിൽ അങ്ങ് ചേരുകയാണ് നമ്മളെല്ലാവരും. അതോടുകൂടി നമ്മുടെ ഈ ലോകത്തെ വരവില്ലാതായി, നമ്മളെല്ലാം തീർന്നു, അതാണ് മോക്ഷം എന്നൊരു വിചാരം വരാൻ കാരണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പകൽ സമയത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യനെ മാത്രമേ കാണുള്ളൂ, ഒരു നക്ഷത്രത്തെ പോലും കാണാൻ സാധ്യമല്ല. ഇതിൻ്റെ അർത്ഥം നക്ഷത്രങ്ങളൊക്കെ ഇല്ലാതായി എന്നാണോ? അല്ല. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ തീഷ്ണതയിൽ നക്ഷത്രങ്ങളെ നമുക്ക് ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. നക്ഷത്രങ്ങൾ അവിടെ തന്നെയുണ്ട്, ചന്ദ്രനും അവിടെ തന്നെയുണ്ട്. അതേപോലെ തന്നെ പരംധാമം എന്ന് പറയുന്നത് ഒരു പവിത്രമായ സ്വയം പ്രകാശിക്കുന്ന മഹതത്വം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ പവിത്ര സൂര്യനായിരിക്കുന്ന പ്രകാശബിന്ദു സ്വരൂപനായിരിക്കുന്ന നിരാകാരി പരമാത്മാ കുടികൊള്ളുന്നു. അവിടെ തന്നെയാണ് നമ്മൾ ജീവാത്മാക്കളും പ്രവേശിച്ച് നമ്മുടേതായ സ്ഥാനങ്ങളിൽ നമ്മളും അവിടെ നിൽക്കുന്നു. അപ്പോൾ താഴെ നിന്ന് നോക്കുന്ന അഥവാ സാധനയിലൂടെ ദിവ്യദൃഷ്ടിയിലൂടെ സാക്ഷാത്കാരം കാണുന്ന ആത്മാക്കൾ കാണുന്നത് എന്തായിരിക്കും? സന്യാസിവര്യന്മാരാവട്ടെ, മഹർഷി ശ്രേഷ്ഠന്മാരാവട്ടെ, ഗുരുവര്യന്മാരാകട്ടെ, പലവരും പ്രകാശപുഞ്ചത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ചെറിയ അതിസൂക്ഷ്മ ബിന്ദുവായിരിക്കുന്ന പ്രകാശം ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നതും ജീവാത്മാക്കളായി മാറുന്നതും സാക്ഷാത്കാരം കിട്ടിയ അനേകം ഗുരുക്കന്മാരുണ്ട്, അനേകം ഋഷിവര്യന്മാരുണ്ട്. അവരെല്ലാം ദർശിക്കുന്നത് പരംധാമത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ബിന്ദു സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെയാണ്. പക്ഷേ ആ ആത്മാ പരമാത്മാവിൽ പോയി ലയിച്ചതല്ല. പരംധാമമാകുന്ന പ്രകാശപൂരിതമായ ലോകത്ത് പരമാത്മാവിൻ്റെ അരികിൽ കുറച്ചു കാലം, എത്ര കാലമാണോ നമുക്ക് നിശ്ചയിക്കപ്പെടുന്നത് അത്രയും കാലം അവിടെ നമ്മൾ ഇരിക്കുകയാണ്. അന്തിമ സമയത്ത് തിരിച്ചു പോകുമ്പോൾ സമ്പൂർണ്ണ പവിത്രമായ ആത്മാക്കൾക്ക് മാത്രമാണ് സൃഷ്ടി സമ്പൂർണ്ണ പവിത്രമായിരിക്കുമ്പോൾ തിരിച്ചു വരാൻ പറ്റൂ. പവിത്രതയ്ക്കും പല കാറ്റഗറി ഉണ്ട്. സദോ പ്രധാന അവസ്ഥ, സദോ അവസ്ഥ, രജോ അവസ്ഥ, തമോ അവസ്ഥ. അപ്പോൾ കേവലം തമോ അവസ്ഥയിൽ മാത്രം പവിത്രമായിരിക്കുന്ന ആത്മാക്കൾക്ക് സൃഷ്ടി പതിനാകുന്ന സമയത്തെ ഇറങ്ങി വരാൻ സാധിക്കൂ. സൃഷ്ടി സദോപ്രധാനമായിരിക്കുന്ന സമയത്ത് ഏറ്റവും സദോപ്രധാനായ ആത്മാക്കളായിരിക്കും ഇറങ്ങി വരിക. അപ്പോൾ ആ പരംധാമത്തിൽ നിന്ന് നമ്മൾ ജീവാത്മാക്കൾ താഴെ വരുന്നു. സൃഷ്ടിയുടെ അവസാനമാകുമ്പോൾ എല്ലാവരും ഭഗവാന്റെ കൂടെ തിരിച്ചു പോകുന്നു. വീണ്ടും നമ്മുടെ ഗ്രേഡ് അനുസരിച്ച് ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് ശക്തി നേടിയതനുസരിച്ച് സൃഷ്ടിയുടെ പവിത്രതയ്ക്ക് സമാനതയുടെ രൂപത്തിൽ മാത്രം നമ്മൾ ഇറങ്ങി വരും. അങ്ങനെ ഈ വേൾഡ് ഡ്രാമ വീൽ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ജീവിത യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ
വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.